ഇസ്ലാമിന്റെ ആശയത്തിനെതിരുള്ള സലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദി തഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുർബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് എന്നിങ്ങനെ പറയുന്ന നാരിയത്ത് സലാം. അല്ലാഹുമ്മ സ്വല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദ്. അവിടെ വരെ ഒരു കുഴപ്പമില്ല, നല്ല സലാത്താ. അവിടെ നിന്ന് അങ്ങോട്ടോ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുർബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ്. എന്തായി പറയുന്നത്? എന്റെ ആവശ്യങ്ങൾ വീട്ടി തരുന്നത് നബിയാണ്, എന്റെ പ്രയാസങ്ങൾ മാറ്റുന്നത് മുത്തുനബിയാണ്, എന്റെ ദുരിതങ്ങൾ നീക്കിത്തരുന്നത് പ്രവാചകനാണ്. ഇത് മുസ്ലിമീങ്ങളെ വിശ്വാസമല്ല. അതുകൊണ്ടാണ് നാരിയത്ത് സലാത്ത് ചെല്ലണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് സലാത്തില്ല എന്ന് വിചാരിക്കണ്ട. ഒരു സലാത്തിന് 10 ഇരട്ടി നന്മയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന പണി വെറുതെയായി പോകണോ? വെറുതെ കുറെ സലാത്തും വെറുതെ കുറെ ദിക്റുമൊക്കെ ചൊല്ലിയിട്ട് നാളെ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വിദഅത്തുകളെ പറ്റി പറയുമ്പോ അല്ലെങ്കിൽ ചെയ്യുന്നതൊക്കെ പുണ്യകർമ്മമാണെന്ന് ചിന്തിക്കുകയും ആ പുണ്യകർമ്മങ്ങള് യഥാർത്ഥത്തിൽ പരലോകത്ത് നമുക്ക് പ്രതിഫലം നേടിത്തരുന്നതല്ല എന്ന് പറയുമ്പോഴും ചെയ്യുമ്പോ ആളുകൾ തിരിച്ചു ചോദിക്കാറുള്ളത് എന്തേ സലാത്തല്ലേ, എന്തേ ദിക്റല്ലേ, എന്തേ സ്വതക്കയല്ലേ, എന്തേ ഖുർആനോത്തല്ലേ? ഇതൊക്കെ വേണ്ടാന്ന് എന്തിനാ പറയുന്നത്? എന്തായാലും റസൂലുള്ളാഹി പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും കൂലി കിട്ടുമല്ലോ, നമ്മൾ തെറ്റൊന്നുമല്ലല്ലോ ചെയ്യുന്നത് എന്നാണ്. ആ ധാരണ തിരുത്തണം. കാരണം എന്താ അറിയോ, അത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങളെ വകയാന്ന് പറയുന്നത് കൊണ്ട് ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത് കേരളത്തിൽ പുറത്തിറക്കിയ സമസ്തയുടെ ഒരു പ്രസിദ്ധീകരണമാണ്. ഈ പ്രസിദ്ധീകരണത്തില് ഒരു സഖാഫി എഴുതുന്ന ലേഖനമുണ്ട്. ആ ലേഖനം ഇപ്രകാരമാണ്: സുബഹിന്റെ സമയത്ത് വീടുദ്ഘാടന ചടങ്ങ് നടത്തിയാലും അഥവാ വീട്ടിൽ കൂടുമ്പോ, മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ കുടിയിരിക്കുമ്പോ, ഒരു പുതിയ വീടുണ്ടാക്കി ആ പുതിയ വീട്ടിൽ ഗൃഹപ്രവേശനം നടത്തുമ്പോ നാട്ടുകാർ ചിലർ ചെയ്യാറുള്ളത് പള്ളിത്തെ ഉസ്താദിനെ പുരയിലേക്ക് വിളിപ്പിച്ചിട്ട് സുബഹി നിസ്കരിപ്പിക്കലാണ്. ആ ഏർപ്പാട് ഒരു ബിദ്അത്താണെന്നും അത് വേണ്ട, അത് തെറ്റാണെന്നാണ് ഈ കെ വിഭാഗത്തിന്റെ ഈ പ്രസിദ്ധീകരണത്തിൽ എഴുതുന്നത്. കേട്ടോളൂ, നിങ്ങൾ എഴുതുന്നത് ഒരു സഖാഫിയും കൂടിയാണ്. എന്താ ഇതിലുള്ളത്? സുബഹിന്റെ സമയത്ത് വീടുദ്ഘാടന ചടങ്ങ് നടത്തിയാലും പ്രഭാതത്തിലായി എന്ന ബർക്കത്ത് ലഭിക്കുമെങ്കിലും അതോടൊപ്പം ഒരു ബിദ്അത്തുണ്ടാകുമെന്നത് വസ്തുതയാണ്. അതായത് ഫർള് നിസ്കാരത്തിന് ഏറ്റവും പുണ്യം പള്ളിയാണല്ലോ. ആ മഹത്വം ഒഴിവാക്കി പള്ളിയിൽ സ്ഥിരമായി സുബഹി നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാം അന്ന് ക്ഷണിക്കപ്പെട്ട വീട്ടിലേക്ക് സുബഹി നിസ്കരിക്കാൻ വരുന്നു. കൂടെ അതാണ് പുണ്യമെന്ന് ധരിക്കുന്ന ഏതാനും പൊതുജനങ്ങളും. ഇതൊരിക്കലും പ്രോത്സാഹജനകമല്ല. ഈ ബിദ്അത്ത് ഒഴിവാക്കേണ്ടതും ഇതിനെതിരെ ബോധവൽക്കരണം നടത്തേണ്ടതും അത്യാവശ്യമാണ്. ഇത് നമ്മളല്ലട്ടോ എഴുതിയത്. പള്ളിത്തെ ഉസ്താദിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് സുബഹി നിസ്കരിപ്പിച്ച് പൊരേ കൂടൽ നടത്തരുത് എന്ന് ഇവിടെ എഴുതിയത് നമ്മളല്ല എന്ന് ചുരുക്കം. അപ്പൊ എന്റെ ഒരു നിസ്കാരം അതുവരെ പള്ളിയിൽ പോവാത്ത ഒരു പൊരേ കൂടിനെന്തെങ്കിലും ഒരു ജമാഅത്ത് കിട്ടിക്കോട്ടെ എന്നൊക്കെ ചിലർ ന്യായം പറയും. എന്നാ കേട്ടോളൂ, ആ ന്യായങ്ങളൊക്കെ ഇല്ലാതാക്കി കളയുന്ന ഞാനിവിടെ പറഞ്ഞല്ലോ, എന്താ നിങ്ങള് ഹദ്ദാദ് റാത്തീബിന് വരാത്തത്, എന്താ നിങ്ങള് മരിച്ച വീട്ടിലൊന്ന് ഖുർആൻ ഓതാത്തത്, എന്താ നിങ്ങള് 70,000 ദിക്റില്ലാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചോദിക്കും, റസൂലുള്ളാഹി ചെയ്തില്ലെങ്കിൽ എന്താ, നമുക്ക് ചെയ്യുന്നത് നല്ലതല്ലേ, അത് ഖുർആനല്ലേ, അത് ദിക്റല്ലേ, അത് പുണ്യമല്ലേ എന്ന് ചോദിക്കുന്നവരോട് ഇതിൽ മറുപടി വീണ്ടും പറയുന്നുണ്ട്. കേട്ടോ നിങ്ങൾ എന്താ പറയുന്നത്? ഒരു കാലത്ത് സമൂഹത്തിൽ നിലനിന്നിരുന്ന റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ ഇശാ മഗ്‌രിബിനിടയിലുള്ള 12 റക്അത്ത് നിസ്കാരം, ബറാത്ത് രാവിൽ പ്രത്യേക രീതിയിലുള്ള 100 റക്അത്ത് നിസ്കാരം തുടങ്ങിയ ഒട്ടനവധി ബിദ്അത്തിനെതിരെ ഇമാം അബൂ ശാമ റഹിമഹുല്ലാ, ഇബ്നു ഹജർ റഹിമഹുല്ലാ, ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ തുടങ്ങിയ ഇമാമുകൾ പ്രതികരിക്കുകയും ജനങ്ങളെ ശക്തമായി ബോധവൽക്കരിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഇപ്പോൾ അത്തരം അനാചാരങ്ങൾ സമൂഹത്തില് ആർക്കും പരിചിതമല്ലാത്ത വിധം നിഷ്കാസിതമായിട്ടുണ്ട്. എന്തായി പറഞ്ഞത്? ബറാത്ത് രാവിലും റജബ മാസത്തിലെങ്കിലും ഏതെങ്കിലും സാധുക്കൾ കുറച്ച് നിസ്കാരം നിസ്കരിക്കുന്നുണ്ടെന്ന് ഇവരെന്തിനാ തടഞ്ഞത്? ഇവരെന്തിനാ ഇല്ലാതാക്കിയത്? അതെന്താ ഇപ്പൊ കാണാതെ പോയത്? അതാണ് ഈ പറയുന്നത്. നിസ്കാരത്തിൽ പടച്ചോനെ തെറിവിളിക്കുന്നത് കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞാണോ? നിസ്കാരത്തിൽ പടച്ചോനെ കുറ്റം പറയുന്നത് കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞാണോ? അല്ല. ഓത്ത് തന്നെ, തസ്ബീഹ് തന്നെ, പ്രാർത്ഥന തന്നെ, സുജൂദ് തന്നെ, റുക്കൂ തന്നെ, നിസ്കാരം തന്നെ. പക്ഷെ എന്തുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു? പണ്ഡിതന്മാർ അതിന് ഒരൊറ്റ കാരണമേ പറയുന്നുള്ളൂ: അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അതന്നെ എല്ലാറ്റിന്റെയും കാരണം. അപ്പൊ നമുക്ക് നല്ലതാന്ന് തോന്നിയ ഇസ്ലാമിൽ നല്ലതാവൂല കൂട്ടരെ.
നല്ലത് പഠിപ്പിക്കാൻ വന്ന നല്ലവരിൽ നല്ലവരായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോഴേ അത് നല്ലതാകുന്നുള്ളൂ, കൂലി കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ചിന്തിക്കുക, നമ്മൾ എന്തൊക്കെയോ ചെയ്ത് പരലോകത്ത് രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. ചെയ്യുന്ന കർമ്മം, പുണ്യകർമ്മം പരലോകത്ത് കൂലി കിട്ടുന്ന രൂപത്തിലാക്കി തീർക്കുക. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കോ. 8 or 10 സ്ഥലങ്ങളിൽ സമയബന്ധിതമായി, സ്ഥലബന്ധിതമായി ചൊല്ലേണ്ടുന്ന സന്ദർഭമുണ്ട്. ആ സമയത്ത് ചെല്ലണം, ആ സമയത്ത് അങ്ങനെ തന്നെ ചെല്ലണം. എന്നാൽ ഇന്ന സ്ഥലത്ത് പ്രത്യേകം ചെല്ലണമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടില്ലേ? അവിടെ പ്രത്യേകം സുന്നത്താണെന്ന് കരുതി ചെല്ലണ്ട, അത്രേ നമ്മൾ പറയാറുള്ളൂ. അപ്പൊ സ്വലാത്തില്ല എന്നല്ല. ഇനി സ്വലാത്താന്നും പറഞ്ഞ് മൗലിദുകൾ ഓതാൻ തുടങ്ങിയാലോ? അതും യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ. മുമ്പ് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അന്ന് ഒരുപക്ഷെ കേൾക്കാത്തവരുണ്ടെങ്കിലോ, മങ്കൂസ് മൗലിദ് എന്തുകൊണ്ടാ ഓതണ്ടെന്ന് പറയുന്നത്? മങ്കൂസ് മൗലിദിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന് നേരെ വിപരീതമായ ആശയങ്ങളില്ലേ? സുബ്ഹാനല്ലദീ അത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ റബീഉൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ എന്നിങ്ങനെ പറഞ്ഞു. അല്ലാഹു അല്ലദീ തവസ്സല ബിഹി ആദം, ആദം നബി അലൈഹിസ്സലാം തവസ്സൽ ചെയ്തത് ആരോടാണ്? മുത്തുനബിയോടാണ്. അങ്ങനെയാണ് പാപം പുറത്തു കിട്ടിയത്. വസ്തഗാസ ബിഹി നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാം സഹായം തേടിയത് മുത്തുനബിയെ കൊണ്ടാണ്. ഫനജാ മിനർ റദാ, അങ്ങനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വകാന ഫീ സുൽബി ഇബ്രാഹിമ ഹിന ഉൽകിയ ഫിന്നാർ, നമ്രൂദിന്റെ അഗ്നിയിലേക്ക് ഇബ്രാഹിം വലിച്ചെറിയപ്പെട്ടപ്പോ ആ മുതുകിൽ മുത്തുനബി ഉള്ളത് കൊണ്ടാണ് അഗ്നി കെട്ടടങ്ങിപ്പോയത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ എന്താ നമ്മളെ പഠിപ്പിച്ചത്? ഖുർആൻ പഠിപ്പിച്ച ആശയത്തിന് വിപരീതമായ ഒരു പദപ്രയോഗമാണ് മങ്കൂസ് മൗലിദിലുള്ളത്. കാരണം ഖുർആൻ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയും രക്ഷപ്പെട്ട രൂപവും പറയുന്നുണ്ട്. സൂറത്ത് ശുഅറയിൽ കാണാം, ഫഅൻജൈനാഹു വമൻ മഅഹു ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. ഇത് ഖുർആൻ പറയാണ്. ഒരു കള്ളക്കഥ പറഞ്ഞു, അദ്ദേഹം അങ്ങനെ പറയില്ലട്ടോ. അബ്ദുൽ ഖാദർ എന്നുള്ള പേര് മുഹ്യിദ്ദീൻ എന്നായി മാറാൻ തന്നെയുള്ള കാരണം എന്താ? ദീനിനെ പുനരുജ്ജീവിപ്പിച്ചവൻ എന്ന അർത്ഥം വരാനുള്ള കാരണം എന്താ? ദീനിനു വേണ്ടി പണിയെടുത്തത് കൊണ്ടാണ്. അദ്ദേഹം ഒരിക്കലും ഇത്തരം ഒരു പദപ്രയോഗത്തിലൂടെ പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ചിലര് പറഞ്ഞു, എന്ത്? أنا كنت مع نوح بأعلى سفينة بحارا وطوفانا على كف قدرتي. ഞാൻ നൂഹ് നബിയുടെ കൂടെയുള്ളത് കൊണ്ടാണ് നൂഹ് നബി കപ്പലിൽ രക്ഷപ്പെട്ടത്. ആരാ പറയുന്നത്? വൈദീശാസ്. അല്ല, മുത്തുനബിയോട് ചോദിച്ചപ്പോഴാണ് മുത്തുനബി രക്ഷപ്പെടുത്തിയത്. ഏതാ പറയുന്നത്? മങ്കൂസ്. ഖുർആൻ എന്താ പറയുന്നത്? നാം ആണ് നൂഹ് നബിയെ രക്ഷപ്പെടുത്തിയത്. നമ്മൾ ഖുർആന്റെ പക്ഷത്ത് നിൽക്കണോ, അതിനെത് പറയുന്ന പക്ഷത്ത് നിൽക്കണോ? തീർന്നില്ല. ഇബ്രാഹിമ മുൽഖാ ബിനാരിഹി വമാ ബാറദൻ നീറാനു ഇല്ലാ ബിദഅവതി. ഞാൻ ഇബ്രാഹിമിന്റെ കൂടെയുള്ളത് കൊണ്ടാണ്, എന്റെ ദഅവത്ത് കൊണ്ടാണ് ആ തീ കെട്ടുപോയത് എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടി പറഞ്ഞതാട്ടോ, അദ്ദേഹം പറഞ്ഞതല്ല. അല്ല, മുത്തുനബി മുതുകിലുള്ളത് കൊണ്ടാണ് തീ കെട്ടുപോയതെന്ന് മങ്കൂസ്. ഖുർആൻ എന്താ പറഞ്ഞത്? ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ മേലിൽ തണുപ്പും രക്ഷയുമാകണമെന്ന് അല്ലാഹ് പറഞ്ഞപ്പോൾ ആ തീ കെട്ടുപോയെന്ന് ഖുർആൻ. നമ്മളേതാ വിശ്വസിക്കേണ്ടത്? നമ്മൾ ഖുർആന്റെ കൂടെ നിൽക്കണോ, അതല്ല അതിനെതിര് പറയുന്നതിന്റെ കൂടെ നിൽക്കണോ? സംശയം വേണ്ട. നിങ്ങൾക്ക് മുത്തുനബിയോടുള്ള സ്നേഹമുള്ളത് കൊണ്ടാണോ മൗലിദ് ഓതാൻ തുടങ്ങുന്നത്? മദ്ഹ് പറയാനുള്ള ആഗ്രഹം കൊണ്ടാണോ? മൗലിദുകളിൽ മദ്ഹ് മാത്രമല്ല, ദിമ്മുമുണ്ട്, ഇത്തരം ഖുർആൻ വിരുദ്ധ പരാമർശവുമുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ എടുക്ക്, അള്ളാന്റെ റസൂലിനെ പുകഴ്ത്തുക എന്നതല്ലാതെ എവിടെയും ഇകഴ്ത്തലില്ല, എവിടെയും വിശ്വാസ വൈകല്യമില്ല. ഖുർആൻ ഒന്ന് മറിച്ചു നോക്ക്. മുത്തുനബിയുടെ നെഞ്ഞിനെ പറ്റി ഖുർആനിലുണ്ട്, മുത്തുനബിയുടെ കണ്ണിനെ പറ്റി ഖുർആനിലുണ്ട്, മുത്തുനബിയുടെ ജീവിതത്തെ പറ്റി ഖുർആനിലുണ്ട്, മുത്തുനബിയുടെ ചിന്തയെ പറ്റി ഖുർആനിലുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ് അങ്ങയെ നിയോഗിച്ചതെന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ മദ്ഹ് തന്നെയാണ് ഖുർആനിലുള്ളത്. അതുകൊണ്ട് ഖുർആൻ ഓതിയ കൂലി ഉറപ്പാണ്. മൻ ഖറഅ മിൻ കിതാബില്ലാഹി ഹർഫൻ ഫലഹുൽ ഹസന. എല്ലാ ദിവസവും ഖുർആനുമായി ഒരു ബന്ധം നിലനിർത്ത്. ഖുർആനിൽ നിന്ന് ഒരക്ഷരം ഓതിക്കഴിഞ്ഞാൽ ഒരു നന്മയുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ.
ഒരക്ഷരത്തിന് നിങ്ങൾക്ക് 10 ഇരട്ടി കൂലി കിട്ടുട്ടോ. ഇതുറപ്പാണ്. വാഗ്ദാനം ചെയ്തത് പടച്ചോന്റെ ഭാഗത്ത് നിന്നാണ്, പഠിപ്പിച്ചത് മുത്തുനബിയാണ്, പാഴാവില്ല കേട്ടോ. പക്ഷേ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, സഹാബികൾ ചെയ്യാത്ത, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ പഠിപ്പിക്കാത്ത ഈ മൗലിദുകളും കുത്തുബിയത്തുകളും ചൊല്ലി പരലോകത്ത് നമ്മൾ രക്ഷപ്പെടുമെന്ന് വ്യാമോഹിക്കണ്ട കേട്ടോ. നമുക്കൊരു പാരമ്പര്യമുണ്ട്, അത് സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യമായിരിക്കണം. ആ പാരമ്പര്യത്തിന്റെ ചങ്ങലക്കണ്ണി ഒന്ന് പിടിച്ചു കുലുക്കി കഴിഞ്ഞാൽ അതിന്റെ അങ്ങേ അറ്റത്ത് നമ്മുടെ നേതാവ് വേണം, നമ്മുടെ കരളിന്റെ കഷ്ടം വേണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണം. കാരണം ആ വഴിയിലൂടെ മാത്രമേ സ്വർഗത്തിലെത്തുള്ളൂ. അവിടുന്ന് പഠിപ്പിച്ചില്ലേ, മൻ അഹദസ ഫീ അംരിനാ ഹാദാ, ഈ മതത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും പുതിയതൊന്നു കൊണ്ടുവന്നു, ലൈസ അലൈഹി അംറുനാ, പക്ഷേ നമ്മളത് പഠിപ്പിച്ചിട്ടില്ലാത്തതാണെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ എന്നൊക്കെയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നല്ലതാൻ തോന്നിയാൽ ദീനിൽ നല്ലതാവില്ല. അതുകൊണ്ട് നമ്മളെ പരലോകം രക്ഷപ്പെടുത്തിക്കോ. എല്ലാ ദിവസവും ഖുർആൻ ഓദിക്കോ, കൂലി ഉറപ്പാണ്. എല്ലാ ദിവസവും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ രാവിലെ 10 സ്വലാത്ത്, വൈകുന്നേരം 10 സ്വലാത്ത്, ഓരോ ബാങ്കിന്റെ ശേഷവും സ്വലാത്ത്, ഓരോ നിസ്കാരത്തിലും സ്വലാത്ത്, ഓരോ ദുആയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും സ്വലാത്ത്. എത്ര സ്വലാത്താ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? മൻ സല്ലല്ലാ അലൈഹി സ്വലാത്തൻ വാഹിദ, ഒരു സ്വലാത്തിന് 10 ഇരട്ടി കൂലിയല്ലേ. ഇങ്ങനെ കൂലി വർദ്ധിപ്പിച്ചോ, ദിക്റ് ചൊല്ലിക്കോ. അല്ലാഹുവിനെ പറ്റിയുള്ള ചിന്തയും ഓർമ്മയും കൊണ്ട് മനസ്സിന് സമാധാനം കിട്ടൂ. ടെൻഷനാണല്ലേ, പ്രയാസാണല്ലേ, വീടി വലിച്ചാൽ കിട്ടൂല, കള്ളു കുടിച്ചാൽ കിട്ടൂല, ഏതെങ്കിലും സിനിമ കണ്ടാലും കിട്ടൂല, പാട്ട് കേട്ടാലും കിട്ടൂല, കഞ്ചാവ് വലിച്ചാലും കിട്ടൂല. ഒക്കെ താൽക്കാലികമാണ്. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു പടച്ചവനെ പറ്റിയുള്ള ചിന്ത, ആ പടച്ചവൻ നിന്റെ അടുത്തുണ്ടെന്നുള്ള ചിന്ത, ആ പടച്ചവൻ നിന്നോട് വല്ലാത്ത കരുണയുള്ളവനാണെന്നുള്ള ചിന്ത. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ വിശ്വാസികളോടും, ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ നിലനിർത്തണം കേട്ടോ. രാവിലെ ചെല്ലാനുള്ള കുറെ ദിക്റുണ്ട്, വൈകുന്നേരം ചെല്ലാനുള്ള കുറെ ദിക്റുണ്ട്, സംസ്കാര ശേഷം ചെല്ലാനുള്ള ദിക്റുണ്ട്. ഇനി നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഓർമ്മ നിലനിർത്തണേ. റബ്ബിനെ പറ്റി എപ്പോഴൊക്കെ ഓർമ്മിക്കുന്നോ, റബ്ബ് നമ്മളോടുള്ള തിരനോട്ടമുണ്ടാകും, റബ്ബിന്റെ കരുണാ കടാക്ഷം നമ്മളിൽ ഉണ്ടാകും. ആ ചിന്ത നമ്മളെ വല്ലാത്ത സമാധാനത്തിലെത്തിക്കും. അള്ളാഹുവിന്റെ കാവലില്, അള്ളാഹുവിന്റെ റഹ്മത്തില്, അള്ളാഹുവിന്റെ സുരക്ഷയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് മറ്റെന്തിനെ പേടിക്കാൻ? ഖുർആൻ അവനെ പറ്റി പറഞ്ഞതെന്താ? അള്ളാഹുവിനെ മാത്രം അവലംബിക്കുന്ന, റബ്ബിനെ മാത്രം ചിന്തിക്കുന്ന, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ റബ്ബിനെ മാത്രം വരവേൽപ്പിച്ച് ജീവിക്കുന്ന ഒരാള് ബലിഷ്ഠമായ ഒരു കയറന്മേൽ പിടിച്ചോനെ പോലെയാണ്. ഓനൊരു പേടിയും പേടിക്കണ്ട. മറ്റോനോ പടച്ചോനിൽ നിന്ന് പിടുത്തം വിട്ടാലോ ആരോട് ചോദിക്കുന്നവന് തിട്ടില്ല, ആരോട് പറയണമെന്നവന് നിശ്ചയില്ല. അങ്ങനെ പലരോടും പറഞ്ഞു നോക്കും. ഖുർആൻ അവനെ ഉപമിച്ചത് എങ്ങനെയാണെന്നറിയോ? വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ്സമാ, ആകാശത്തിൽ നിന്ന് വീണോനെ പോലെയാണ്. എന്റെ രോഗം മാറ്റാൻ വേറെ ആളുണ്ടെന്ന് ചിന്തിച്ചാൽ, എന്റെ പ്രശ്നം പരിഹരിക്കാൻ വേറെ ആളുണ്ടെന്ന് ചിന്തിച്ചാൽ, അവൻ ആകാശത്തിൽ നിന്ന് പിടുത്തം വിട്ടോനെ പോലെയാണ്. ഏത് പടുകുഴിയിലും അവൻ പോയി പതിച്ചേക്കാം. പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടുപോയേക്കാം, കാറ്റവനെ വഹിച്ചു കൊണ്ടുപോയേക്കാം. ആരോട് പറയണം, ആരോട് തേടണം? അങ്ങ് ഭീമാപ്പള്ളി മുതൽ ഉള്ളാളത്ത് വരെ നീണ്ടു കിടക്കുന്ന ദർഗകളുടെ പരമ്പരകൾ എത്രയാ? ആരാ എന്റെ പ്രശ്നം പരിഹരിക്കുക? ആരോടാ ചോദിക്കുക? അപ്പൂപ്പൻ താടിയെ പോലെ അലഞ്ഞു നടക്കണം. കുറെ ദിവസം പലയിടത്തേക്കും പോയി. ആദ്യം ഒന്ന് മമ്പുറത്ത് പോയി, പിന്നൊന്ന് പുത്തമ്പള്ളി പോയി, പിന്നൊന്ന് മടവൂര് പോയി, പിന്നൊന്ന് ഭീമാപ്പള്ളി പോയി. അങ്ങനെ ഉള്ളാളത്ത് വരെ പല ദർഗ
ദർഗകളിലും പോയി നോക്കി. സമയം പോകുന്നു, നേരം പോകുന്നു, ധനം പോകുന്നു, ദിവസം പോകുന്നു. പ്രശ്നത്തിന് പരിഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ മനസമാധാനത്തോടെ വീട്ടിലിരിക്കാൻ പറ്റൂ ഇല്ല. കാരണം എത്രയേറെ ദർഗകളും കറാമത്തുകളുമുള്ള മക്കാമുകൾ വീണ്ടും കിടക്കുന്നു. ഉത്തരേന്ത്യയിൽ ഏർവാടിയുണ്ട്, അജ്മീറുണ്ട്, നാഗൂരുണ്ട്. ആരടുത്തേക്കാ പോവാന്ന് പിന്നെയും മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു സത്യവിശ്വാസിക്ക് ഇതിന്റെ ആവശ്യം തന്നെ ഇല്ല. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിശ്വാസമുള്ള ആളുകൾക്ക് ഒരു പ്രയാസവും ഇല്ല. ഓരോ